പ്രഖ്യാപനം വരട്ടെ. നമുക്ക് അതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നുകൊണ്ടാണ് എല്ലാവരും വൈകിച്ചത്, എല്ലാ പാർട്ടികളും വൈകിച്ചത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആരും തയ്യാറായില്ലല്ലോ. പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം, അതനുസരിച്ച് ഉടൻ തന്നെ പല ഘട്ടങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകും. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഒറ്റയിരിപ്പിൽ തീരുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം ഫൈനൽ അന്തിമ ഘട്ടത്തിലാണ്. ഞങ്ങൾ പിന്നെ അത് യാത്രയായിരുന്നു, താല്പര്യം കാണിക്കുന്നത് ഇലക്ഷൻ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതൊക്കെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ല, അവർ വരട്ടെ, അവർ പ്രഖ്യാപിക്കട്ടെ, അത് കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ, അതിനെ തുടർച്ചയായിട്ട് നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രഖ്യാപനങ്ങൾ നടക്കും. ഒരു പ്രതിസന്ധി അവിടെ ഇല്ല. ഒരു തർക്കമില്ല സീറ്റുമായിട്ട്. അവർ കൂടുതൽ സീറ്റ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ കുറേ വാർത്തകളല്ല, കുറേ സീറ്റുകൾ ചോദിച്ചു, മറ്റേ ഒരു സീറ്റ് അവർ കൂടുതൽ ചോദിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഏത് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒറ്റ മണിക്കൂർ ഇരുന്നാൽ തീരുന്ന കാര്യങ്ങളില്ല. ഫൈനൽ ഘട്ടത്തിലാണ്, വെച്ച് മാറുന്നതൊക്കെ ഫൈനൽ ഘട്ടത്തിലാണ്. ഒരു മണിക്കൂർ ഇരുന്നാൽ തീരും. അത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയേ ഉള്ളൂ. വാശിയൊന്നും പിടിക്കണുള്ള ആരും. അതെനിക്കറിയില്ല. എനിക്കത് സംബന്ധിച്ച് ഒരു കാര്യമാണ്. ഡൽഹിയാണ്, അതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഡൽഹിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങളല്ല തീരുമാനം. ഞങ്ങളാണെങ്കിൽ അത് എടുക്കുമല്ലോ, നമ്മളിവിടെ എടുക്കുമല്ലോ ഒരു തീരുമാനം, ഞങ്ങളല്ല എടുക്കേണ്ടത്. എം പിമാരെ സംബന്ധിച്ചിടത്തോളം അതിന് വരട്ടെ, നമ്മൾ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയണം. വെറുതെ കയറി എന്നിട്ട് രാത്രിയാകുമ്പോൾ പറയും വി.ഡി. സതീശൻ രാവിലെ പ്രഖ്യാപിച്ചെന്ന് ഉടനെ സ്ഥാനാർത്ഥി വരും, ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.